എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മാന്യമായി സംസാരിക്കുക. കുടുംബത്തിൽ പിറന്നവളെ പോലെ ആടിയും കുടഞ്ഞും കൊഞ്ചിയുമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, എത്രയോ കുടുംബ ബന്ധങ്ങളാണ് തകർന്നു പോയത്. മൊബൈൽ എന്ന് പറഞ്ഞാൽ പണ്ട് മദ്യത്തെ പോലെ ഖുർആൻ പറഞ്ഞതുപോലെയാ. മദ്യത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാ, ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്, ധാരാളം പ്രയോജനമുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഉപദ്രവമുണ്ടെന്ന് പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ വന്നപ്പോ ധാരാളം ഉപകാരമുണ്ട്, അതിനേക്കാൾ വലിയ ഉപദ്രവമുണ്ട്. പാവപ്പെട്ട പ്രവാസി മലയാളി ഗൾഫിൽ പോയിട്ട് ചുട്ടുപിടുത്ത മണലാരണ്യത്തിൽ കട്ടപ്പെട്ടിട്ട് 5 വർഷം കഴിയുമ്പോ ഭാര്യയും മക്കളുമായി കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ വരുമ്പോ എത്രയോ 2 അകത്ത് പോയി 1 വെളിയിൽ വന്നു. വെറുതെ അല്ലേ, ഏതോ പെണ്ണുങ്ങൾ പ്രാവിയിട്ടുണ്ട്, ഇത് ഇയാളുടെ നാക്കൊന്ന് പിടിച്ച് അവിടെ അല്ല. ഇതിങ്ങനെ വരും, എത്രയോ പ്രസംഗിച്ചിരിക്കുന്നത്. വല്ല വിട്ടിലും അകത്ത് പോയെങ്കിൽ നാളെ പോലെ ചാടി ചാടി അടക്കും ഞാൻ. അതുകൊണ്ട് കുഴപ്പമില്ല. ഏതോ സ്ത്രീകൾ ബദരീങ്ങളുടെ പേര് യാസീനോ, ഇങ്ങേരെ ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു പടച്ചോന്. ഇനി ഇതെല്ലാം കേട്ടിട്ട് അങ്ങേര് നാളെ വിളിക്കാതിരുന്ന എന്ത് ചെയ്യും? എന്നും വിളിക്കുന്ന ആളെ എന്നും വിളിക്കുന്ന ആൾ ഇതൊക്കെ വാദം കേട്ടിട്ട് അവനെങ്ങാനും തൗബ ചെയ്തിട്ട് നാളെ പോലെ വിളിക്കാതിരുന്നാൽ പോകില്ല. ആരോ ബദരീങ്ങളുടെ പേര് യാസീനോ. ഏതായാലും സഹോദരങ്ങള്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പോലെ എത്രയോ കുടുംബങ്ങളാണ് വഴിയാധാരമായത്. വല്ലാത്ത കഷ്ടമാണ്, കണ്ടു നിൽക്കാൻ കരയുകയാണ്. സഹോദരങ്ങളെ, എത്രയോ ഘട്ടമാണ് ഒരൊറ്റ മൊബൈൽ ഫോണിൽ വിളിച്ചതിന്റെ കാരണത്താലാണ്. വെഞ്ഞാറമൂട് ഷാജഹാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോ കണ്ടത് പൊന്നുമോളുടെ മൃതദേഹമാണ്. പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഭാര്യയാണ്. എത്രയോ കുടുംബങ്ങളാണ് തകർച്ചയുടെ വക്കീലെത്തി നിൽക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ, പെങ്ങളെ, നീ ജീവിക്കുന്നത് മനുഷ്യരുടെ ലോകത്തല്ല, പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി മാറുകയാണ്. നിന്റെ നേരെ കടുക കണ്ണുകളുമായി ആളുകൾ കൊത്തിവലിക്കുകയാണ്. അവിടെ പെങ്ങളെ ഈമാൻ വേണേ. അല്ലാഹു പറയുന്നു, ഇനി തഖയ്തുന്ന, നിനക്ക് തഖ്വയുണ്ടെങ്കിൽ നീ നിന്റെ സംസാരത്തിൽ മിതത്വം പാലിക്കണേ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വീണ്ടും തുടരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ രണ്ടാമതായിട്ട് പറയുന്നത് എന്താ? സൂറത്തുൽ അഹ്സാബ്, വകർന ഫീ ബുയൂതികുന്ന, നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണേ. 2 അത്യാവശ്യത്തിനെ സംസാരിക്കാവൂ. 1 അവസാനം എന്ത് നഷ്ടപ്പെട്ടു? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മൊബൈൽ ഫോണിൽ വന്നേക്കാം, നിന്റെ കൂടെ ധാരാളം പുരുഷന്മാർ വന്നേക്കാം, ലോകം അതാണ്. പക്ഷെ നിനക്ക് നഷ്ടപ്പെടുന്നതോ? വെഞ്ഞാറമൂട് റജുലാ ബീവി കാമുകനുമായി രാസലീലകൾ ആടാൻ വേണ്ടി കണ്ടു നിന്ന മകളെ പോലും ജനൽ കമ്പിയിൽ കെട്ടിത്തൂക്കി കൊന്നുകളഞ്ഞു. സ്വന്തം ഭർത്താവിനെ പോലും വഞ്ചിച്ചു കളഞ്ഞു. അവസാനം എന്തു പറ്റി? കാമുകൻ ആത്മഹത്യ ചെയ്തു, ഭർത്താവ് ഉപേക്ഷിച്ചു, പോലീസ് അറസ്റ്റ് ചെയ്തു, മകള് മരിച്ചും പോയി. എന്തായി? പണ്ട് ഉത്സവപ്പറമ്പിൽ മുച്ചീട്ട് കളിക്കുമ്പോ മറ്റേ പകിട കളിക്കുമ്പോ ആളുകൾ വിളിച്ചു പറയും, വെയ് രാജാവേ, 1 വെച്ചാ 2, 2 വെച്ചാ 10, പാലി അടിച്ചാ കമ്പനിക്ക്, പോലീസ് പിടിച്ചാ പെടലിക്ക് എന്ന് പറഞ്ഞ മാതിരി എല്ലാം നഷ്ടപ്പെട്ടു. ഭർത്താവില്ല, കാമുകനില്ല, മകളില്ല, സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ആ മനുഷ്യ സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ ഇനി അവരുടെ ജീവിതം എന്താണ്? 1 നിമിഷം പിഴച്ചു പോയപ്പോ, ഇതാ ഞാൻ പറഞ്ഞത്, പെണ്ണെന്ന് പറഞ്ഞാൽ സ്ഫടികം പോലെയാണ്, താഴ വീണ് ചിതറിത്തെറിച്ചാൽ. ഇത് കേട്ടപ്പോ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വിഷയം സംഘാടകർ ചോദിച്ചപ്പോൾ ഖുർആനിലെ സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിനക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടു പോയും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടു. നിന്റെ ദുനിയാവ് ഉണ്ടാവില്ല, എന്റെ ആഖിറം ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുകയും. ഇവിടെ അള്ളാഹ് പറഞ്ഞിട്ട് പറയും, ഇനി തഖയ്തുന്ന, നിങ്ങൾക്ക് അള്ളാനെ പേടിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ഇത് പറയുന്നു. രണ്ടാമത് എന്ത് ചെയ്യണം? വഖർന ഫീ ബുയൂതികുന്ന, നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. സ്ത്രീക്ക് അവളുടേതായ മതിൽക്കെട്ടുകളുണ്ട്. ആ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് നിന്റെ ഭാര്യയെ ചാടിച്ച് നീ പഠിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ശരി, ഇഷ്ടപ്പെട്ടില്ലേ. ഭാര്യ എന്ന് പറഞ്ഞാൽ പെണ്ണ് പോകേണ്ടടുത്ത് പെണ്ണ് പോകണം, ആണ് പോകേണ്ടടുത്ത് ആണ് പോകണം. കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ ഏറ്റവും കൂടുതൽ ആണാണോ പെണ്ണാണോ? ആര്? പെണ്ണ്. രാവിലെ പറയും, ഇന്നൊറ്റ കല്യാണത്തിന് വേണ്ടേ, എനിക്ക് സമയം കഴിയുന്നത് 200 രൂപ നീയും കൊടുത്തിട്ട് നീയും പോകും. എന്നിട്ട് നീ എവിടെ പോകും? ഭാര്യയുടെ കയ്യിൽ 200 രൂപയും കൊടുത്തിട്ട് കല്യാണ വീട്ടിൽ എഴുന്നള്ളിക്കാനുള്ളതാണോ? കല്യാണത്തിന് പോകേണ്ടത് നീയല്ലേ?
ചെയ്യേണ്ടതുപോലെ ചെയ്ത് പഠിപ്പിക്കേണ്ടത്, കുടുംബത്തിന്റെ ബാലൻസ് തെറ്റാതെ നിർത്തേണ്ടത് പുരുഷനല്ലേ? എന്തിനാണ് അല്ലാത്തടുത്ത് പെണ്ണിനെ പറഞ്ഞു വിട്ടത്? എന്തിനാണ് അല്ലാത്തടുത്ത് പെണ്ണിനെ ഇറക്കി വിട്ടത്? പലചരക്ക് കടയിൽ സാധനം വാങ്ങിക്കാൻ കഴിവത് നീയല്ലേ പോകേണ്ടത്? അതല്ലെങ്കിൽ മുതിർന്ന ആൺമക്കളല്ലേ പോകേണ്ടത്? എല്ലാത്തിനും നീ കറങ്ങി നടക്കാൻ വേണ്ടി സമയം കാണുകയും ബാക്കിയുള്ള കാര്യം മുഴുവനും ഭാര്യ മേൽപ്പിക്കുകയും ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു പാടില്ല. ഓ പെണ്ണേ, നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണേ. ഇനി ഭർത്താവിന്റെ സ്ഥലത്ത് ഒരു പെണ്ണിന് പോകേണ്ടി വന്നു. പഞ്ചായത്ത് ഓഫീസിൽ പോണം, വില്ലേജ് ഓഫീസിൽ പോണം, കറണ്ട് ചാർജ് അടയ്ക്കാൻ പോണം, പലചരക്ക് പോണം, പച്ചക്കറി മേടിക്കാൻ പോണം, ഇതെല്ലാത്തിനും പോണം. പോയിക്കൊള്ളുക. പക്ഷെ എങ്ങനെ പോകണം? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അയ്യും അംറഅത്തിൻ ഇസ്തഅതറത് തുമ്മ ഖറജത് മിൻ ബൈതിഹാ ഫമറത് അലാ ഖൗമിൻ ലിയജിദൂ റിഹഹാ ഫഹിയ സാനിയാ വഹിയ സാനിയാ വഹിയ സാനിയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയ്യും അംറഅത്തിൻ ഇസ്തഅതറത്, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവ് വിദേശത്ത് നിന്ന് അയച്ചു കൊടുത്ത പെർഫ്യൂം തന്റെ ശരീരത്തിലേക്ക് വാരിപ്പൂശി എന്നിട്ട് അവൾ നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരുങ്ങുകയാണ്. അവിടെ നിന്ന് അവൾ ഇറങ്ങി വീട്ടിൽ നിന്ന് വെളിയിലോട്ട് നടങ്ങി. എങ്ങോട്ടാണ്? ഫമറത്ത് അലാ ഖൗമിൻ ലിയജിദൂ റിഹഹാ. കണ്ടുകുടിയിൽ നിന്ന് നാവറമ്പലത്തോട്ട് പോകുന്ന ഈ റോഡിലൂടെ ആ പെണ്ണ് നടന്നു പോവുകയാ. ശരീരത്തിൽ വല്ലാത്ത പെർഫ്യൂമിന്റെ സുഗന്ധം ആഞ്ചു പൂശുന്നുണ്ട്. അട്രാക്ഷനുള്ള കളറുള്ള സാരി ചുറ്റിയിട്ടുണ്ട്. റസൂലുള്ളാഹി പറയുകയാണ്, എന്തിനാണ് അവൾ പെർഫ്യൂം അടച്ചതെന്നറിയുമോ? ലിയജിദൂ റിഹഹാ. കടത്തിണ്ണയിലിരിക്കുന്ന ചെറുപ്പക്കാര് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന ചിന്തയോടൊരു പെണ്ണെങ്ങാനും പെർഫ്യൂം അടിച്ചാ സാരി വാരി ചുറ്റുമ്പോ അതിന്റെ കളറ് കാണുമ്പോ ചെറുപ്പക്കാര് കണ്ടിട്ട് തന്നെ ഒന്ന് നോക്കണമെന്ന ആഗ്രഹത്തോടെ ഒരു വസ്ത്രമെങ്ങാനും ഒരു പെണ്ണെടുത്തുടുത്താല്, പെങ്ങള് കല്യാണത്തിന് വേണ്ടി പോകുമ്പോ ആ സമയത്ത് സാരി ചുറ്റുമ്പോ ചുരിദാറിടുമ്പോ ഏതെങ്കിലും ചെറുപ്പക്കാര് കാണട്ടെ എന്ന് പറഞ്ഞ് നിന്റെ വസ്ത്രം ഒരു ഭാഗത്ത് നിന്ന് മാറ്റിവെച്ചാൽ അവര് കാണട്ടെ എന്ന് പറഞ്ഞ് നീ അത് ധരിച്ചുകൊണ്ട് അവര് കാണാൻ വേണ്ടി റോഡിലൂടെ ആകർഷകമായി നടന്നു പോയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വഹിയ സാനിയാ വഹിയ സാനിയാ വഹിയ സാനിയാ. അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചാരിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവള് വ്യഭിചാരിയാണെന്നല്ല, അവള് വ്യഭിചരിക്കാൻ വേണ്ടി ചെറുപ്പക്കാരനെ ക്ഷണിച്ചവളാണ്. അവള് വ്യഭിചാരന്റെ ചെറുപ്പക്കാരന്റെ വികാരങ്ങളെ ഇളക്കി വിട്ടവളാണ്. വസ്ത്രധാരണത്തിലൂടെ മാദകമായ ഗന്ധത്തിലൂടെ അങ്ങനെ എങ്ങാനും ഇറങ്ങി നടന്ന വ്യഭിചരിക്കുന്ന പെങ്ങള് വഹിയ സാനിയാ വഹിയ സാനിയാ വഹിയ സാനിയാ. അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചരിക്കാൻ ക്ഷണിച്ചവളാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഭാഷ കടുത്തു പോയാലും ക്ഷമിക്കണം, പറയാതിരിക്കാൻ തരവില്ല. റസൂലുള്ള 3 പ്രാവശ്യം വന്ന് വഹിയ സാനിയ വഹിയ സാനിയ വഹിയ സാനിയ. അവള് സാനിയ മിർസാണെന്നല്ല, വഹിയ സാനിയ. അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചാരിയാണ്. വ്യഭിചരിക്കണ്ട. വസ്ത്രം എടുത്തുടുക്കുമ്പോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യൂലേ? ഇത് ചെറുപ്പക്കാര് കാണട്ടെ. റോഡിൽ കൂടെ ഇറങ്ങി പോകുമ്പോ ഈ കണ്ടുകൂടിന്ന് വാവറമ്പലത്തോട്ട് പോണ വഴിയിൽ റോഡ് സൈഡിൽ ഇരിക്കണ ഈ കടത്തിണ്ണയിരിക്കണ ചെറുപ്പക്കാരില്ലേ, LMV എന്ന് പറഞ്ഞാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അല്ല, ലോകമഹാവാളികള്. LMV ചെറുപ്പക്കാരിരിക്കുന്ന റോഡ് സൈഡിൽ അവരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി സുഗന്ധം അടിച്ചുകൊണ്ട് പോയാ എന്റെ ജീവിത പെണ്ണിന് സുഖം പൂശാൻ പറ്റുന്നത് 2 നേരത്താ. എപ്പോഴൊക്കെയാ അത്? ഒരു പെണ്ണ് 2 നേരത്തിലേ സുഗന്ധം പൂശാവൂ. ഒന്ന്, ഒരു പെണ്ണ് ഏറ്റവും നന്നായിട്ട് പൗഡറിട്ട് കണ്ണെഴുതി വാലിട്ട് കണ്ണെഴുതി പിന്നെ കവളത്തൊടുക്കത്തെ കുത്തി പൗഡർ വിട്ട് നല്ല വസ്ത്രവും എടുത്തിട്ട് അവള് നിൽക്കേണ്ടത് ആരുടെ മുമ്പിലാ? സ്വന്തം ഭർത്താവിന്റെ മുമ്പിലാണ്. ഒരു പെണ്ണിന് 2 സമയത്തെ പെർഫ്യൂം പൂശാവൂ. ഒന്ന് ഭർത്താവിന്റെ മുമ്പില് നന്നായിട്ട് വസ്ത്രമെടുത്ത് അവളുടെ സൗന്ദര്യം മുഴുവനും അവൾ പ്രദർശിപ്പിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. നിൽക്കുവോ ഭർത്താവിന്റെ മുമ്പിൽ? ഉച്ചയ്ക്ക് കടയിരുന്ന് ഭയങ്കര ചൂട്, ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല. ഭാര്യയെ വിളിച്ചിട്ട് വന്ന് പിന്നെ ഞാൻ വീട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി കോളിംഗ് ബെല്ല് അടിച്ചാൽ വന്നിരിക്കും. ആ രാവിലത്തെ മത്തി ചൂരെല്ലാം കൂടെ അതിന്റെ ചെതുമ്പലെല്ലാം കൂടെ ഈ സൈഡിൽ കറുത്ത് ഇവിടെ ഇരിപ്പുണ്ടായി മാക്സിയുടെ അവിടെ. കുറച്ച് മുഖത്തും കുറച്ച് കയ്യിലും ഒരു വെണ്ടയ്ക്ക ഒരു മുരിങ്ങക്കയും വെച്ച് കയ്യിൽ ഒരു കത്തിയൊക്കെ വെച്ച് നിങ്ങൾ വന്നാ
പോയില്ലേ? ഭർത്താവ് വീട്ടിലുള്ള സമയത്ത് അവസ്ഥ എന്താ? അങ്ങനെ ചെതുമ്പലും പിടിച്ചിരിക്കും. ഓ വരാ തക്രബ ഹാദിഹി ഷജറ, ആ ഷജറത്തിലേക്ക് പോകാൻ പറ്റൂ. എല്ലാം കഴിഞ്ഞ് പാവപ്പെട്ടവൻ വരുന്നു. 5 മണിയാകുമ്പോൾ അവൻ ഇറങ്ങി വീണ്ടും അവൻ പോയിട്ട് ഏതായാലും പോയി കണ്ടുകുഴി പോയി മർഹബാ സ്റ്റോജിൽ പോയി സോഡാറിങ്ങുള്ള കുടിച്ചിട്ടിരിക്കാന്ന് പറഞ്ഞ് അവനങ്ങ് പോകും. അവൻ വെളിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ പോയി നന്നായിട്ട് കുളിച്ച് മാക്സിയൊക്കെ എടുത്തിട്ട് പൗഡറൊക്കെ ഇട്ട് നന്നായിട്ട് കുളിച്ചൊരുങ്ങി അയലോക്കത്ത് പോയിട്ടൊരു 40 നോട്ടീസിന്റെ വിത്തനയും പറഞ്ഞ് 7 മണിയാകുമ്പോൾ വീട്ടിൽ കയറിയിരുന്ന് പൈപ്പ് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ പൈപ്പിൽ പോയി ഒതുവൊക്കെ എടുത്ത് നേരെ വന്ന് മുസല്ല എടുത്ത് ഫ്രണ്ടിൽ വെച്ച് 14 ഇഞ്ച് ടിവിയുടെ ഫ്രണ്ടിൽ പോയി റിമോട്ട് എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നബൈതുൽ ഇഅ്തികാഫ ഇലാ അമാമി ഹാദൽ ടിവി ഇലാ നിഹായത്തി ഐഡിയ സ്റ്റാർ സിംഗർ അൽഹംദുലില്ലാഹ്. ഒരൊറ്റയിരിപ്പ്. അതുവരെ എന്തോരു മൊഞ്ച. അതിന് ഭർത്താവ് വീട്ടിൽ ഇരിക്കണ സമയത്തുണ്ടാ ഒരു ഭാര്യ യഥാർത്ഥത്തിൽ, ഞാനിതൊക്കെ ഒരു കുടുംബജീവിതം പറയുമ്പോൾ അതിന്റെ ഒത്തിരി വശങ്ങളിലേക്ക് പോകണം. നമ്മുടെ ഒരു പൊതു സ്റ്റേജിൽ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ ഭർത്താവ് വേറൊന്നിനെ കുറിച്ച് ആഗ്രഹിക്കാതെ ആ ഭർത്താവിനെ തനിക്ക് അള്ളാഹു തന്ന സൗന്ദര്യം കൊണ്ട് കാത്തു സൂക്ഷിക്കേണ്ടത് ഭാര്യയുടെ ചുമതലയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് കുടുംബജീവിതമൊക്കെ പറയും. കബീർ ഉസ്താദ് അതൊക്കെ പറഞ്ഞു എന്നൊക്കെ നാളെ പറയും. അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളിലോട്ട് കടക്കുകയാണ്. പിന്നെ രണ്ടാമത് പെർഫ്യൂം പൂശ എപ്പോ? അള്ളാടെ മുമ്പിൽ നിൽക്കുമ്പോ. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത്ര പൂശിട്ട് നിൽക്കുക. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത്ര പൂശിട്ട് നിൽക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഖുർആൻ റസൂലുള്ള പറഞ്ഞു, നിന്റെ വസ്ത്രധാരണത്തിൽ പോലും നീ ശ്രദ്ധ പുലർത്തണം. അങ്ങനെ ഒരു ആഗ്രഹത്തോടെ വസ്ത്രം ധരിച്ചാളെ വിചാരത്തിന്റെ കുറ്റമാണ്. മൂന്നാമത്തേതാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ. ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ അടിഞ്ഞാടി നടന്നതുപോലെ പെണ്ണെ നീ സൗന്ദര്യ പ്രദർശനം നടത്താൻ പാടുള്ളതല്ല. ജാഹിലിയ കാലഘട്ടത്തിലെ അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുമ്പോ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ എങ്ങനെയാണോ നടന്നത് അതേപോലെ പെണ്ണെ നീ അടിഞ്ഞാടി നടക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അള്ളാന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്തു പോകരുത്. അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ നമ്മൾ കേട്ടിട്ടില്ലേ? പെരുന്നാളിന് ദിനം തന്നിൽ തകർനാടും ബിംബമേ, തകർനാടും ബിംബമേ. പെരുന്നാൾ ദിവസമായി കഴിഞ്ഞാൽ വിഗ്രഹങ്ങളുടെ ചുറ്റും വന്നിട്ട് ഉടുതുണി വലിച്ചെറിയുന്ന അവസ്ഥയാണ് അജ്ഞാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറയുന്നു, നിന്റെ വസ്ത്രവിധാരണത്തിൽ ശ്രദ്ധിക്കണേ. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഒരൊറ്റ സഹോദരിമാരോട് പറയുകയാണ്.